നിങ്ങൾക്ക് നിങ്ങൾ ആശ്രയിക്കുന്ന അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയാണോ ആശ്രയിക്കുന്നത് അവരാരും ഒരീച്ചയെപ്പോലും പടക്കാൻ കഴിവുള്ളവരല്ല കേട്ടോ. തീർന്നില്ലേ? എല്ലാം ക്ലോസ്. എല്ലാം അടുക്കി ഒതുക്കി പിടിച്ചിട്ട് മൂടിക്കളഞ്ഞ അല്ലാഹു തആല. ഇനി ഒന്നും വേണ്ടിയില്ലാത്ത രീതിയിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇനി വലിയ തഹ്വീലുകൾ വേണ്ട, വലിയ വലിയ റാസിഖൂന ഫിൽ ഇൽമ് വേണ്ട, വലിയ ആലിമീങ്ങൾ വേണ്ട, വലിയ മാഹിരീങ്ങൾ വേണ്ട, ഗവേഷകന്മാരൊന്നും ഒന്നും വേണ്ട. സാധാ സീതാ അറിഞ്ഞു പഠിക്കുന്ന പിള്ളേർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേണ്ട വിഷയങ്ങൾ കാച്ചി കുറുക്കി ഒതുക്കിയിട്ടങ്ങ് ഇട്ടു. തീർന്നു. ഈമാൻ, മസ്ബൂത്ത് ഈമാൻ. ഇന്നല്ലദീന തദൂന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ. തീർച്ചയായും നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരും, നിങ്ങൾ ഈ ആശ്രയിക്കുന്നവരാരും, നിങ്ങൾ ഈ അപേക്ഷിക്കുന്നവരാരും തീർച്ച ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവുള്ളവരല്ല കേട്ടോ. ലോകത്തുള്ള ദൈവങ്ങളെല്ലാം കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല കേട്ടോ. വല്ല വിജിത്തമഊല, കോർപ്പറേഷൻ എല്ലാ ദൈവങ്ങളും കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ തന്നെ അല്ലാഹുവിനെ തഫ്സീർ എടുത്ത് നോക്കിയേ, പരിഭാഷ എടുത്ത് വായിച്ചു നോക്കിയേ. വല്ല വിജിത്തമഊല, എല്ലാരും കൂടി എല്ലാ ദൈവങ്ങളും ശക്തികളും വ്യക്തികളും വസ്തുക്കളും ജാതിയും അതും ഒന്നും നോക്കാതെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി. ഒരു സെക്യുലർ കോർപ്പറേഷൻ, ദൈവങ്ങളുടെ ഒരു മതേതരത്വ കോർപ്പറേഷൻ. എല്ലാരും കൂടി അള്ളാഹിനെ തോപ്പിക്കാൻ, അള്ളാഹിനെ പറ്റിക്കാൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഇല്ല, സാധിക്കൂല. പിന്നെ നിങ്ങൾ ഈ ആവശ്യങ്ങൾ പോയിട്ട് അതിലെന്താ അർത്ഥമുള്ളതെന്നാ ചോദിക്കുന്ന അല്ലാഹു തആല. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എന്താണ്? അഫലാ തഅഖിലൂൻ. നിങ്ങൾക്കൊന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചാ പോരെ ഇതൊക്കെ? അല്ലാഹു പറയാണ്. ഇനി അതിരിക്കട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന സാധനം കൊണ്ട് കൊടുക്കും അല്ലേ? അങ്ങനല്ലേ? ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ തന്നെ പണ്ടല്ലുണ്ട്, ഇപ്പോൾ എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത് കൊടുക്കുക. ജീവിച്ചിരിക്കുന്നവർ സിഗരറ്റ് വലിക്കുന്നതാണെങ്കിൽ സിഗരറ്റ് വലിക്കും അല്ലേ? അങ്ങനെ ഉണ്ടായില്ലേ? എൻ്റെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഉസ്താദേ ഇതാ ഒരു കുപ്പി പട്ടച്ചാരായ. എങ്ങനെ ഇരിക്കും? ചിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊടുത്തിട്ടില്ല ദ്വാരപ്പിക്കുന്നത് ഉസ്താദിനെ. കുടിക്കട്ടെ. ഈ വളവട്ടണ പാലത്തിന്റെ അടുത്ത് തൊട്ട് മുമ്പായിട്ട് ഒരു കാവുണ്ട്. കണ്ണൂര് വളവട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല. അങ്ങനെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ബസ് നിന്നാൽ കാണാം ആ പാമ്പിന്റെ ദൈവം നാഗക്കാവാണ്. ആ പാമ്പിന് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അത് താത്താമാര്, മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയണ്ട, താത്താമാര് മുട്ട പുഴുങ്ങി അതിന്റെ ഓട് പൊട്ടിച്ച് ഈ പാമ്പിന്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കും. നമ്മൾ ബസ്സിനകത്ത് പറയുന്നത് കേൾക്കാം, എന്റെ പ്രിയപ്പെട്ട പാമ്പേ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുട്ടയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, അതും തിന്നിട്ട് എന്റെ ആവശ്യങ്ങളൊന്നും നടത്തി തരണേ പാമ്പേ എന്ന് പറഞ്ഞ കേൾക്കാം താത്താമാര്. എല്ലാവരും 5ാം ക്ലാസ് 7ാം ക്ലാസ് എല്ലാം പരീക്ഷ ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയവരാണ്. അതൊന്നും വന്നിട്ട് കാര്യമില്ല. സർട്ടിഫിക്കറ്റ് എല്ലാം ചുമരിന്റെ മേലെ. നമുക്കൊരു കഥ കേൾക്കണം. ഞാനിത് പറയുമ്പോൾ ഒന്നും പിന്നെ പറയാൻ കഴിയില്ല, മറന്നുപോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഞാൻ എന്ന് പറഞ്ഞാൽ അല്ലേ? ആറിന് ഇടുതല്ല എന്തെല്ലാം എടുത്ത് പറക്കി കുട്ടിയിട്ട് പറയാന്നുള്ളതാണ്. കേട്ടോളൂ, നിങ്ങൾ പറക്കി കൂട്ടിക്കൊള്ളണം. കൂടി മസ്താൻ പറഞ്ഞ പോലെ നിങ്ങളെ ജോലി ഇപ്പുറം കൂട്ടിപ്പിടിപ്പിക്കില്ല. തിരുവനന്തപുരത്തൊരു മദ്രസ. ഒരു ദിവസം ആ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ 1-2 പിള്ളേർ ഈ മദ്രസന്റെ വെളിയിൽ ഉസ്താദ് ക്ലാസ്സിൽ കയറ്റാഞ്ഞിട്ട് വെളിയിൽ നിൽക്കുന്നു. ഈ കുട്ടികൾ ഉസ്താദ് പുറത്ത് നിർത്തിയതാണ്. കുട്ടികൾ ഇങ്ങനെ പാവം. ഞങ്ങൾക്ക് കുറച്ച് വിഷമം തോന്നി ആ കുട്ടികളെ നിർത്താൻ കണ്ടിട്ട്. കുറെ സമയം നിൽക്കും തോന്നും. മദ്രസ തുടങ്ങിയത് 7 മണിക്കെങ്ങാനാണ്. സംഗതി 8-8:30 മണിയായി.
നമുക്ക് അറിയിച്ചത് പരിചയമുള്ളൊരു ഉസ്താദ്. മൊലി സാഹിബ്, എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ കുട്ടികളെ, നിങ്ങൾക്ക് ശിക്ഷിച്ചിട്ട് വിടി, അല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞേക്ക്, നിങ്ങൾ ഇങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ വെളിയെ നിർത്തിച്ചാൽ എങ്ങനെ ശരിയാകും? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ, ഈ പിള്ളേർ ഒരു വിധത്തിലും 15 ദിവസമായി മദ്രസയിൽ വന്നിട്ട് അത് വിഷയമല്ല, എന്നാ എന്താ കാരണം എന്ന് കുട്ടിക്ക് പറഞ്ഞൂടെ? എന്ത് ചോദിച്ചാലും കുട്ടിയുടെ കാരണം പറയില്ല, ഇങ്ങനെ നിൽക്കും. നാട് കേട്ട് ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാ ഉസ്താദെ, വേറെ ഒന്നുമല്ല. ഞാൻ പിള്ളേരെ വിളിച്ചു, എന്താ മക്കളെ പറടാ, നിങ്ങൾ എന്തുകൊണ്ടാ മദ്രസയിൽ വരാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ മദ്രസയിൽ വരാതിരുന്നത്? നിങ്ങൾ എന്നോട് പറ. ഞാൻ നിങ്ങൾ ഉസ്താദൊന്നുമല്ലല്ലോ, ഞാൻ പുറത്തുള്ളവരല്ലേ. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിന് കണക്കായിട്ട് ഉസ്താദിനോട് പറഞ്ഞിട്ട് ശരിയായിക്കോളാം, നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞോളാം. പറ മക്കളെ പറ. ഒരു വിധത്തിലും പിള്ളേർക്ക് പറയാൻ തൊണ്ട ഇളോളം വരുന്നു, നാവില് കിട്ടുന്നത്. എന്ന് വെച്ചാൽ കുട്ടിക്ക് തന്നെ അറിയാം ഇതെന്തൊരു പന്തികേടുതിലുണ്ടെന്ന്, അതുകൊണ്ടാണ് പറയാത്തത്. നിർബന്ധിച്ചപ്പം കുട്ടികൾ പറഞ്ഞു, ഉസ്താദേ 2 ആഴ്ചയായി ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിട്ട്. എന്തിനാ പോയത്? വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ മദ്രസിലേക്ക് വരുന്ന കിതാബും മുസാഫൊന്നും ഞങ്ങളെ കയ്യിലില്ല. എവിടെ പോയി? ഇങ്ങനെ പുതുക്കി കളിക്കാൻ പിള്ളേർ പറയാൻ പഠിച്ചിട്ടേ. അപ്പൊ എന്താ സംഗതി എന്നറിയോ? സാധാരണ ആ വീട്ടിൽ ഈ ആയുധ പൂജന്റെ അന്ന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പുസ്തകവും മദ്രസയിലെ ഖുർആൻ ഷരീഫിലെല്ലാം ഈ തള്ളച്ചി എന്ത് ചെയ്യും? ആയുധ പൂജക്ക് വെക്കും. അത് എടുത്തു കൊടുക്കാണ്ട് പിള്ളേർക്ക് മറിച്ച് തരാൻ പറ്റുമോ? അങ്ങനെ ആയുധ പൂജക്ക് മുസഹഫും ഖുർആൻ ഷരീഫും കിതാബുകളൊക്കെ ആയുധ പൂജക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ മദ്രസയിൽ വരാതിരുന്നത്. ഇത് പറയാൻ മടിച്ചിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പുതുങ്ങി കളിക്കുന്നത്. കുട്ടിക്ക് തന്നെ അറിയാം എന്തോ പന്തികേടുണ്ടെന്ന്. ഇതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഈ സമുദായം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഏതോ ഗ്രാമത്തിലെ മലഞ്ചെരുവിൽ താമസിക്കുന്ന ബദവികളെ കഥ പറഞ്ഞല്ല ഞാൻ. മെട്രോപൊളിറ്റൻ സിറ്റി താമസിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. അതും 100 കൊല്ലം മുമ്പ് ജീവിച്ച മുസൽമാന്റെ കഥയല്ല ഈ പറയുന്നത്. ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന മുസൽമാന്റെ കഥയാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഉമ്മത്തിന്റെ ഉള്ളകം അള്ളാഹു അല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളാൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയുന്നു എല്ലാവരും സ്വർഗത്തിലേക്ക് സർട്ടിഫിക്കറ്റും വെച്ചിട്ട് കാത്തിരിക്കുകയാണെന്ന്. നോ, വളരെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ കാര്യത്തിൽ. അള്ളാഹുവിന്റെ ആധിപത്യം, അതിൽ മാത്രം ആശ്രയിക്കുന്ന മനസ്സുകളെ ഉണ്ടാക്കുന്ന വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. പഴയതിനേക്കാൾ നുബൂവത്തിന്റെ എതിരിൽ ജഹാലത്ത് ചൂടുപിടിച്ച ചരിത്രം ആവർത്തിക്കുന്ന നൂറ്റാണ്ടാണ് നമ്മുടെ നൂറ്റാണ്ട്. നമ്രൂദിന്റെ സാമ്രാജ്യം കത്തിത്തെളിഞ്ഞത് മറുപക്ഷത്ത് ആരും ഇല്ലാത്ത സമയത്തായിരുന്നില്ല, മറിച്ച് ഇബ്രാഹിമി തരീഖ സജീവമായ സമയത്താണ്. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ബാത്തിൻ അല്ലാഹു തആല ഭയങ്കരമായ ശക്തിയോടുകൂടി ഭൂമിയിൽ അവതരിപ്പിക്കുന്ന എപ്പോഴായിരിക്കും? മറുപക്ഷത്തിന് നുബുവത്തിന്റെ താക്കത്ത് ശക്തിയാകുമ്പോഴായിരിക്കും. ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, ഇത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റിസാലത്തിന്റെയും നുബുവത്തിന്റെയും രാജപാത തെളിയിക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോഴാണ് ഇറാഖിൽ ആധിപത്യത്തിന്റെ ശക്തിക്കാർ ഉറഞ്ഞുതുള്ളിയത്. അല്ലേ? മറുപക്ഷം ശൂന്യമായപ്പോൾ തെളിഞ്ഞതല്ല. പ്രതിപക്ഷം ബലഹീനമാകുമ്പോൾ ഭരണപക്ഷം തെളിയാന്നുള്ളത് ഭൂമിയിൽ മനുഷ്യന്റെ ഭരണത്തെ പറ്റിയാ. അത് നമ്മുടെ നാട്ടിന്റെ ഭരണം. പ്രതിപക്ഷം അനങ്ങാണ്ടെന്നാൽ പിന്നെ ഭരണപക്ഷത്തിന്റെ തോന്നിയ പോലെ ആയിരിക്കും. അല്ലെ? പ്രതിപക്ഷം സജീവമാണെങ്കിലോ ഭരണപക്ഷം ഒതുങ്ങും. നേരെ തിരിച്ച അള്ളാന്റെ പരിപാടി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബുവത്തിന്റെയും റിസാലത്തിന്റെയും സാന്നിധ്യം വന്നപ്പോഴാണ് ഫറോവാന്റെ ജഹാലത്ത് ഉറഞ്ഞുതുള്ളാൻ വേണ്ടി തുടങ്ങിയത്. അല്ലേ? ഇതല്ലേ ചരിത്രം?